ബീഹാറിൽ എൻഡിഎ മന്ത്രിസഭ അധികാരമേറ്റു. മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിനൊപ്പം 9 പേരാണ് നിലവിൽ അധികാരമേറ്റത്. സാമ്രാട് ചൗധരിയും വിജയ് സിൻഹയുമാണ് ഉപമുഖ്യമന്ത്രിമാരായത്. ബിജെപി ദേശീയ അധ്യക്ഷൻ JP നദ്ദ അടക്കമുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. അതേസമയം എൻഡിഎയുടെ ഭാഗമായ നിതീഷ് കുമാറിനെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി ബീഹാറിന് കൂടുതൽ വികസന പദ്ധതികളും വാഗ്ദാനം ചെയ്തു. नीतीश कुमार सत्यनिष्ठा से प्रतिज्ञान करता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति 9ാം തവണയാണ് ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ ചുമതലയേൽക്കുന്നത്. BJP നേതാക്കളായ സാമ്രാട് ചൗധരി, വിജയ് സിൻഹ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായും അധികാരമേറ്റു. मैं सम्राट चौधरी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति मैं विजय कुमार सिन्हा ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. പട്നയിൽ ഇന്ന് രാവിലെ BJPയുടെയും JDUവിന്റെയും നിയമസഭാ കക്ഷി യോഗം ചേർന്നിരുന്നു. ബീഹാറിന്റെ പുരോഗതിക്കായി NDA ഭരണം തിരിച്ചു വരണമെന്ന വികാരമാണ് MLA-മാരുടെ യോഗത്തിലുണ്ടായത്. 243 അംഗ ബീഹാർ നിയമസഭയിൽ 78 സീറ്റുള്ള BJPയാണ് NDAയിലെ വലിയ കക്ഷി. എന്നാൽ രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമായാണ് 45 MLA-മാർ മാത്രമുള്ള നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ നിതീഷിന്റെ മടങ്ങിവരവ് NDAയ്ക്ക് കരുത്ത് പകരും. ജനം, ഡൽഹി.